നമസ്കാരം. നമ്മളിപ്പോൾ പൊതുവെ മധുരത്തിന് വേണ്ടി ശർക്കരയാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. പാം ജാഗരി അല്ലെങ്കിൽ പനഞ്ചക്കര നല്ലതാണെന്ന് അറിയാമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സിറപ്പാക്കി സൂക്ഷിച്ചൊക്കെ വെക്കണം, എന്നിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ പാം ജാഗരി അല്ലെങ്കിൽ പനഞ്ചക്കര പൊടിച്ചതാണ് പാം ഷുഗർ. അത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നുണ്ട്. ശർക്കര പോലെ തന്നെ ഇരിക്കും പൊടിയായിട്ട്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പനഞ്ചക്കര പൊടിച്ച് നമ്മൾ പാം ഷുഗർ ആക്കി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ കേടാവാതെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാം ഷുഗർ തയ്യാറാക്കിയെടുക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പനഞ്ചക്കരയാണ്. ഞാനിപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഇങ്ങനത്തെ പനഞ്ചക്കരയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമുക്ക് നാട്ടിലും ഇവിടെയൊക്കെ നല്ല ചിരട്ടയുടെ ഷേപ്പുള്ള വലിയ ഒരു ബ്ലോക്കായിട്ടാണ് കിട്ടാറുള്ളത്. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഉടച്ചെടുക്കാനായിട്ട്. അതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇടികല്ല് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഉടച്ചെടുത്ത് ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അലിയിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസിയാവും. അതിനുശേഷം നമുക്കിത് അലിയിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കൂടും. അങ്ങനെ പറ്റുന്നവർ അങ്ങനെയും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് ഈ പനഞ്ചക്കര വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ അലിഞ്ഞു ചേർന്നു. ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്കുള്ള കരടും തരിയൊക്കെ മാറ്റി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിക്കാനായിട്ട് കഴിവത് ഇതുപോലത്തെ സ്റ്റീൽ അരിപ്പയാണ് നല്ലത്. നമ്മൾ ഇത്ര ചൂടുള്ളത് പ്ലാസ്റ്റിക് അരിപ്പയിലൂടെ അരിച്ചാൽ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള അംശങ്ങളും കൂടി ഇതിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് ഈ അരിച്ചെടുത്ത മിശ്രിതം വീണ്ടും അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് വീണ്ടും ഗ്യാസിലേക്ക് വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റിയിട്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും. നന്നായിട്ട് തിക്കായി വരണം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ ഇത്തിരി തിക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒരു നൂൽ പരുവം കഴിഞ്ഞ് കുറച്ചും കൂടി തിക്കായി വരണം. അപ്പോൾ അത്യാവശ്യം തിക്കായി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പൊടി മാറി വരുന്നതായിട്ട് കാണാം. 2 സൈഡുകളിലും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് നന്നായി തിക്കായിട്ട് വരുന്ന സമയമായാലും മതി. നമ്മളൊരു ബൗൾ എടുക്കുക. ഇതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം, 1 സ്പൂണിനും വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ചെറുതായി ഒന്ന് ചൂടാറുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോളാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. ബോളാക്കിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇടുമ്പോൾ നല്ല കല്ല് പോലെ സൗണ്ട് വരും. നല്ല കല്ല് എറിയുന്ന പോലത്തെ സൗണ്ട് വരും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇത് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ബോൾ പോലെ ആവുന്നത്. നല്ല ഹാർഡാവും നമ്മൾ കൈകൊണ്ടൊന്ന് തൊടുമ്പോൾ തന്നെ. ഇനി പാത്രത്തിൽ ഇടിക്കുമ്പോൾ നല്ല സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടിത് കംപ്ലീറ്റ് ചൂടാറി റൂം ടെമ്പറേച്ചറിലേക്ക് വരണം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല തിക്കായി. ഇത് ചൂടാറുമ്പോൾ തന്നെ ഇത് നല്ല ഹാർഡായിട്ട് വരും. ഇനിയിപ്പോൾ നല്ല ഹാർഡായി തീരെ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടു വന്നോളും. അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ തന്നെ എല്ലാ സൈഡ്സിൽ നിന്നും വിട്ടു വരും. ഇനി ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ല ഹാർഡായിരിക്കും ചൂടാറി വരുമ്പോൾ. അപ്പോൾ പതുക്കെ ഇങ്ങനെ എടുത്ത്
ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ക്രഷ് ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുക. പൾസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു വരും. അധികം പൾസ് ചെയ്താൽ നന്നായിട്ട് അരഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെറുതാക്കി പൾസ് ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം, ഒരു പ്രാവശ്യം പൾസ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയും പൾസ് ചെയ്തെടുക്കാം. ഞാനിത് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാം ഷുഗർ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ കട്ടകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെച്ച് വീണ്ടും അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3-4 പ്രാവശ്യം പൾസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല കുഴഞ്ഞു പോവും. അപ്പം അത് കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ഇത് പൾസ് ചെയ്ത് എടുക്കണം, പെട്ടെന്ന് തന്നെ. ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ ഒരു 5-6 മാസം വരെ നമുക്ക് കേടാവാതെ തന്നെ ഉപയോഗിക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നമുക്ക് ശർക്കരയ്ക്ക് പകരം എന്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.